IELTS any result ഉള്ളിടത്ത് പഠിക്കാം. Neetu's Academy, the best language academy in Kerala. ചേഞ്ച് ആകും, വേറെ റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ. നമസ്കാരം. നമ്മൾ സിവിസാറ് പറഞ്ഞതുപോലെ എന്തോ ആർക്കോ പറയാനുണ്ട്. ആ കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എനിക്ക് എന്നോടൊപ്പമുള്ള എൻ്റെ ദേവദൂതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ, ഞാൻ എന്നും ഇഷ്ടപ്പെടുന്ന എന്നും ബഹുമാനിക്കുന്ന സാറാണ്. സാറേ നമസ്കാരം. നമസ്കാരം. എനിക്കൊന്ന് അതിൻ്റെ ലോഞ്ചിൻ്റെ ഒന്ന് പറഞ്ഞു. ഞാനും 4K മാറാൻ പോവാണ്. എനിക്കത് കേട്ടിട്ട് അന്ന് ഏറ്റവും ആളുകൾ ചിരിച്ച് കൈയടിച്ച സാറാണ്. ഞാൻ ഇനി മുതൽ 4K മാറുകയാണ്. സാറ് പറഞ്ഞൊരു സാധനമാണ്. കാലഘട്ടത്തിൻ്റെ ഒരു യാത്രയല്ലേ സാർ? തീർച്ചയായും. ഞാൻ അന്ന് മുതൽ 4K ഇപ്പം ഞാൻ എല്ലാം കാണുന്നത് 4K 4K റെസൊല്യൂഷനാണ്. സാവകാശത 8K ആവും, 16K ആവും, 32K ആവും, അങ്ങനെ പോകും. ഏതൊരു തിരിച്ചു പോക്കില്ല തീരുമാനിച്ചു. എനിക്ക് സാറിൻ്റെ കഥകളാണെങ്കിലും സാറിന് സംവിധാനം ചെയ്ത 1 മുതൽ 0 ആ സിനിമകളാണെങ്കിലും കഥകളാണെങ്കിലും എല്ലാം വേറിട്ട് നിൽക്കുന്ന സബ്ജക്റ്റുകളാണ്. എന്തിനൊരു പ്രണയമുണ്ട് സാറിന്. സാർ ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണോ? പിന്നെ ജനിച്ചെന്ന് മുതൽ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പ്രണയിച്ച എന്തിനാണ്? എൻ്റെ ചുറ്റും കാണുന്ന ലോകത്തെ, അതിനുള്ളിലുള്ള എല്ലാ കാര്യങ്ങളും. വ്യക്തികളിൽ പ്രണയം ആരോടാണ്? വ്യക്തികളിൽ പ്രണയം ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷെ ആ പ്രണയം നമ്മുടെ സ്വകാര്യ സ്വത്തല്ലേ. അത് നമ്മൾ സൂര്യനെ പോലെയാണ്. സൂര്യൻ പ്രകാശിക്കുന്നു എന്ന് പറയുന്ന പോലെയാണ്. ആ പ്രകാശം ആർക്ക് നേരെ എന്നുള്ള ചോദ്യമില്ലല്ലോ. ശരിയാണ്. എൻ്റെ ജന്മം എനിക്കൊരു സൂര്യനാണ്. ആ ജന്മം തന്നെയാണ് എൻ്റെ സൂര്യൻ. അപ്പം ഞാൻ പ്രകാശിച്ചു, പ്രണയത്തോടു കൂടി പ്രകാശിക്കുന്നു. അപ്പം ആരോട്, എന്നോട്, വ്യക്തികളോട്, ജീവജാലങ്ങളോട് അങ്ങനെ ചോദ്യം ഇല്ല. വാസ്തവത്തിൽ പ്രണയിച്ചത് പിന്നീട് ആ പ്രണയം വേണ്ടായിരുന്നു തോന്നിയിട്ടുണ്ട്? ഒരിക്കലും തോന്നില്ലല്ലോ. ഇല്ല. എല്ലാം സമർപ്പണമല്ലേ. പ്രണയം ഒരു സമർപ്പണമാണ്. ഇതൊക്കെ ഞാൻ സമർപ്പണമാണെന്ന് പറയുമ്പോൾ അതിനൊരു ഫുൾ സ്റ്റോപ്പിലല്ല പറയുന്നത്. വാക്കുകൾ അങ്ങനെ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്കേ അറിയുള്ളൂ ഞാൻ എങ്ങനെയാണെന്നത്. ഇപ്പം നിങ്ങൾക്കേ അറിയുള്ളൂ നിങ്ങൾ എങ്ങനെയാണെന്ന്. സത്യത്തിൽ നമ്മൾ പലപ്പോഴും നമ്മളിലേക്ക് നോക്കാറില്ല. പലരും അവനവനിലേക്ക് നോക്കാറില്ല. ഞാൻ സദാ എന്നിലേക്ക് നോക്കുന്ന ഒരാളാണ്. എന്നിലേക്ക് നോക്കുമ്പോഴേ എനിക്ക് എന്നെ അറിയാൻ പറ്റും. അപ്പോൾ എന്നിലേക്ക് നോക്കണമെങ്കിൽ ഞാൻ ആരെ നോക്കണം? ഞാൻ എനിക്ക് മുന്നിലുള്ളവരെ നോക്കണം. അതിൽ ഞാൻ പ്രതിഫലിക്കും. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ കാണുന്ന ആൾക്കാരിലും വ്യക്തികളിലും ജീവജാലങ്ങളിലൊക്കെയാണ് ഞാൻ എന്നെ കാണുന്നത്. ആ പ്രതിഫലമാണ് ഞാൻ എന്നെ അസസ് ചെയ്യുന്നത്. എന്താണ് ഞാൻ എന്നെ കാണുമ്പോൾ ഒരാൾ പുഞ്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് എന്നിലെ പ്രകാശത്തെക്കാളേറെ അയാളിലെ പ്രകാശമാണ്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നൊരു സത്വചിന്തയായിട്ട് പറയാമെന്ന് അല്ല. എനിക്ക് പറയാൻ വേറെ മെത്തേഡ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. പിന്നെ ഇപ്പം ഞാനൊന്നും മുൻകൂട്ടി കണ്ടിട്ട് പറയുന്നതല്ല, അങ്ങനെ പറയുന്നു. അപ്പം ഞാൻ കണ്ടത് ആരെയൊക്കെയാണെന്ന് ചോദിച്ചാൽ ചെറുപ്പം മുതലേ കാണുന്നത് അച്ഛനമ്മ, വീട്ടിലുള്ള ആൾക്കാർ, കുടുംബത്തിലെ ആൾക്കാർ, വട്ടത്തുള്ള ആൾക്കാർ. ചെറുപ്പകാലത്ത് എൻ്റെ ഒരു കുറച്ച് പ്രായമൊക്കെ ആകുമ്പോഴാണ് വീടിനടുത്തുള്ള ചില ആൾക്കാരൊക്കെ വരുമ്പം അമ്മ അല്ലെങ്കിൽ അമ്മമ്മ എന്നോട് പറയുന്നത് അവർ തന്നെ എടുത്ത് നടക്കാറുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ കാണുന്നത് അമ്മയുടെ ഏതെങ്കിലും കൂട്ടുകാരായിട്ടുള്ള സ്ത്രീകളൊക്കെ ആയിരിക്കും. അപ്പം എന്നെ എടുത്ത് നടക്കാറുണ്ടെന്ന് പറയുമ്പോൾ ഞാനത് മനസ്സിൽ കാണും, എനിക്ക് ഫീൽ ചെയ്യും. എനിക്ക് അവരോട് ഒരു വല്ലാത്തൊരു വാത്സല്യം തോന്നും. അങ്ങനെ ചെറുപ്പം മുതലേ അങ്ങനെയാണ് ഞാൻ വളർന്നത്. അതുകൊണ്ടാവും ഞാൻ ലോകത്ത് അങ്ങനെ കാണാൻ പഠിച്ചത്. ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നത് വരുന്നത് കുറേ കാലം കഴിഞ്ഞിട്ടൊക്കെയാണ്. അതുവരെ ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ. അങ്ങനെയാണ് എല്ലാത്തിനോടും പ്രണയിക്കുന്നത്. സാറിൻ്റെ യാത്ര, സാറിൻ്റെ അടുത്ത് ഇരുന്നാൽ നമ്മൾ സമയം പോകുന്ന അറിയില്ല. ഞാൻ പല ആളുകളടുത്തും ചോദിച്ചു, സാറിൻ്റെ കൂടെ ഒരു 10 മിനിറ്റ് ഇരുന്നാൽ സമയം പോകുന്ന അറിയില്ല. സാർ കുറേ കാര്യങ്ങൾ സംസാരിക്കുമെന്നാണ്. ഞാൻ സാറുമായിട്ട് അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കളടുത്ത് ചോദിച്ചപ്പോൾ സാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ആ പറയുന്ന കാര്യങ്ങളിലുള്ള അർത്ഥമുള്ള കാര്യങ്ങളായിരിക്കും. പിന്നീട് നമ്മൾ ചിന്തിച്ചാൽ അത് പാഴാകുന്നില്ല. ആ ഒരു യാത്രയാണ് സാറിന് ഞാൻ ഏറ്റവും കൂടുതൽ സാറിൻ്റെ സുഹൃത്തിൽ നിന്നും പഠിച്ചിരിക്കുന്നത്. അങ്ങനെ കുറേ ആളുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. ഞാനൊരു ഇൻ്റർവ്യൂ എടുത്തത് നമ്മുടെ പൂർണ്ണ ഇന്ദ്രജിത്തിൻ്റെ വൈഫിൻ്റെ സിനിമ വന്നപ്പോൾ, ആ ഇന്ദ്രജിത്തിൻ്റെ വൈഫിൻ്റെ സിനിമ വന്നപ്പോഴാണ് നമ്മൾ കുറേ കഥകൾ പറഞ്ഞു. ഞങ്ങളെല്ലാവരും കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പറയുന്ന ഒരാളാണ് എപ്പോഴും സത്യസന്ധത ഉള്ളതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. തുറന്നു പറയാൻ ഒരു ധൈര്യം, തുറന്നു പറയും. ഇയാൾ എനിക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഇയാൾ വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ സാറിനെ കുറിച്ച് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്നോട് അങ്ങനെയൊന്നും ആരും പറയാറില്ല. എനിക്ക് ആരോടും എനിക്കൊരിക്കലും ദേഷ്യമോ കോപമോ ഒന്നും തോന്നാറില്ല.
ഞാൻ അങ്ങനെയാണത്. ജീവിതത്തെ കാണുന്നത് അങ്ങനെയാണ്. ഒരു ജന്മല്ലേ ഉള്ളൂ. അത് പൂർണ്ണമായും ഒരു പൂ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിൻ്റെ സുഗന്ധം ആസ്വദിക്കുക എന്ന് പറയുന്ന മാതിരി അതിനെ പൂർണ്ണമായി ആസ്വദിക്കുക. അപ്പം നമ്മൾക്ക് തോന്നും ഭയങ്കരമായ വിഷമങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കും. വിഷമങ്ങൾ വരുമ്പോഴും അത് ആസ്വദിക്കുക എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ആ വിഷമം ഉൾക്കൊള്ളുക, ആ വിഷമത്തിന് അതിജീവിക്കാൻ നോക്കുക. അല്ലാതെ എന്താ ചെയ്യുക? വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ ഓപ്ഷൻ ഇല്ലാത്തൊരു ലോകത്തിലാണ് നമ്മൾക്ക് നമ്മുടേതായ ഒരു കാര്യം മുൻകൂട്ടി കണ്ട് തീരുമാനിക്കാൻ പറ്റില്ല. ഇതുവരെയുള്ള എൻ്റെ ജീവിത അനുഭവത്തിൽ എനിക്കൊന്നും മുൻകൂട്ടി കാണാൻ പറ്റില്ല. കാണാൻ പറ്റുമെന്ന് തോന്നിയ, ഞാൻ കണ്ടിരുന്നു എന്നൊക്കെ തോന്നിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോൾ മനസ്സിലാവും അത് മുൻകൂട്ടി കണ്ടതല്ല, അതങ്ങനെ സംഭവിച്ചതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ജീവിതത്തിലും മൊത്തം ഫാൻറ്റസിയാണ്. ഒരു സാങ്കല്പികത എവിടേക്കോ ഉണ്ട് എപ്പോഴും. ഇപ്പം അടുത്ത നിമിഷം എന്താണെന്നുള്ളത് എൻ്റെ സങ്കല്പത്തിലാണ് ഉള്ളത്. പക്ഷെ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ എന്താണെന്ന് എനിക്കെന്നെ അറിയില്ല. നമ്മളെല്ലാവരും അങ്ങനെയല്ലേ? അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ കാണുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. നിങ്ങളുടെ മുഖം എൻ്റെ മനസ്സിലുണ്ട് അന്ന് ആ ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത്. പക്ഷെ ഇവിടെ നിങ്ങളെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേയില്ല. അപ്പോൾ അതാണ് പറയുന്നത്, അങ്ങനെ ഒരു സങ്കല്പം എൻ്റെ മനസ്സിലില്ല. അപ്പം അങ്ങനെയാണ് ജീവിതം, എപ്പോഴും അങ്ങനെയാണ്. അത് തന്നെയാണ് കഥകളിലും തിരക്കഥകളിലൊക്കെ നമ്മൾ കിട്ടുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഞാൻ മുൻപ് എപ്പോഴും ഒരിക്കലും ഈ കല്ല് വെട്ടുന്നത് കണ്ടിട്ടുണ്ട്. കല്ല് വെട്ടിയെടുക്കുന്നത്, ഈ ചെങ്കൽ വെട്ടിയെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. വീട് പണിയാൻ വേണ്ടിയിട്ട് ചുമര്. അപ്പം അത് ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കും അവർ പണിയെടുക്കുന്നത്. എനിക്ക് തോന്നും വളരെ എളുപ്പത്തിൽ അതിങ്ങനെ ബ്ലേഡ് വെച്ച് മുറിക്കുന്ന പോലെ മുറിച്ച് എടുത്തൊരു കഷ്ണം, കളിമൺ കഷ്ണം എടുത്ത് വെക്കുന്ന മാതിരിയായിട്ട് തോന്നും. പക്ഷെ അദ്ദേഹം വെട്ടുന്നതും അത് ഓരോന്ന് ചെത്തിയെടുക്കുന്നതും പിന്നെ അത് കൊണ്ടുവന്ന് കുറച്ച് ചെത്തിമെനിക്ക് അവിടെ വെക്കുന്നത് കാണുമ്പോൾ ഞാൻ പലപ്പോഴും എനിക്ക് തോന്നും ആ കല്ല് അതിന് വിധേയനാവുന്നത് പോലെ, കല്ല് ഇവിടെ വെട്ടു എന്നൊക്കെ അയാൾ പറയുന്നത് പോലെ, അത് അറിഞ്ഞുകൊണ്ട് അയാൾ വെട്ടുന്നത് പോലെ. ഇപ്പം ഞാൻ ഒരാളോട് ചോദിച്ചു, നിങ്ങൾ ഈ കല്ലിനോട് സംസാരിക്കാറുണ്ടോ? അദ്ദേഹം പറഞ്ഞു സംസാരിക്കാറുണ്ട്. എന്നോട് ചോദിച്ചത് എങ്ങനെ തോന്നി? ഞാൻ പറഞ്ഞില്ല, ഞാൻ ചോദിക്കുകയാണ്, ഉണ്ടോ? അയാൾ പറഞ്ഞു സംസാരിക്കാറുണ്ട്, വെട്ടുമ്പോൾ സംസാരിക്കാറുണ്ട്. ഒരു സാധാരണ ഒരു തോർത്തുമുണ്ട് ഒരു ഇത് കൊടുത്ത ഒരു മനുഷ്യൻ, നല്ല മസിലൊക്കെ ഉള്ളൊരു മനുഷ്യൻ, വെട്ടിക്കൊണ്ടിരിക്കുന്ന അയാൾ കയ്യിലോട് സംസാരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴേ അതൊരു പ്രക്രിയയാണ് അല്ലേ? അപ്പോൾ അദ്ദേഹം വെട്ടുമ്പോഴും ഞാൻ എഴുതുമ്പോൾ ഞാൻ സംസാരിക്കാറുണ്ട് കഥാപാത്രങ്ങളോട്. അപ്പോൾ എൻ്റെ കഥാപാത്രങ്ങളും അദ്ദേഹം കല്ല് വെട്ടിയെടുക്കുന്നത് പോലെയല്ലേ ഞാനൊരു കഥ എഴുതുമ്പോഴേ ആ കഥാപാത്രങ്ങളെ ഞാൻ കാണാറുണ്ട്, എൻ്റെ മുൻപിൽ വന്നിരിക്കാറുണ്ട്, അവരെ ഞാൻ അറിയാറുണ്ട്, അനുഭവിക്കാറുണ്ട്, അവരോട് സംസാരിക്കാറുണ്ട്. ഇപ്പോഴേ വിവാഹശേഷമൊക്കെ ഞാൻ ചിലപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ സംസാരിക്കും. അവളോട് സംസാരിക്കാമെന്ന് ചോദിച്ചിട്ട് എൻ്റെ വൈഫ് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചു, എന്താ രഘുവേട്ടാന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ പറയും ഒന്നുമില്ല, രഘുവേട്ടൻ എന്തോ പറഞ്ഞല്ലോ. അപ്പം ഞാൻ പറയും ഞാനതിങ്ങനെ പറയുമ്പോൾ അപ്പോൾ എന്നെ തലയൊക്കെ തടവി തരും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു പ്രക്രിയ, നമ്മുടെ സംവേദനം നടക്കുന്നുണ്ട്. അത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും നടക്കുന്നുണ്ട്. വെറുതെ ഇരിക്കുമ്പോഴും നമ്മുടെ ആ ചിന്ത അങ്ങനെ പോകുന്നതാണ്. അതൊരു ഫാൻറ്റസി എന്ന് ഞാൻ പറഞ്ഞു. എനിക്കത് എങ്ങനെയാണ് നിങ്ങൾക്കത് എനിക്ക് അറിയില്ല. ഒരു കലാഹൃദയം, ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും ഉൾക്കൊള്ളാൻ പറ്റും. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ വെറുതെ സംസാരിക്കുന്നതല്ല. എൻ്റെ അടുത്ത് എന്നെ പ്രകോപിപ്പിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ സംസാരിച്ച് പോകും. IELTS any result ഉള്ളിടത്ത് പഠിക്കാം. Neethus Academy, the best language academy in Kerala. ചേഞ്ച് ആകൂ, വേറെ റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ.